ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ അയിലനോട് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള അയിലയിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി അതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് പുറത്ത് വെച്ചാലും മതി. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ആ ഒരു മീനിലോട്ട് പിടിക്കും കേട്ടോ. ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരണം. പിന്നെ ഈ ഒരു ഫിഷ് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വരില്ല. അതിൻ്റെ ഉള്ളിലത്തെ പാർട്സൊക്കെ ഇളകി പുറത്തോട്ട് വരും. അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ച ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ആവില്ല കേട്ടോ. നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ആയാലേ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നല്ലെണ്ണ ഉള്ളപോലെ അത് യൂസ് ചെയ്യാൻ. നമുക്കിത് കുറച്ച് ദിവസത്തിനുള്ളതാണ്, അതുകൊണ്ട് പിന്നെ കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഫിഷ് ഇട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പറ്റ ചെറുതാക്കണ്ട, ഒരു കുറച്ചൊക്കെ ഒരു വലിപ്പമുള്ള പീസായിട്ട് അരിയുക. എന്നിട്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വെന്ത് വരണം കേട്ടോ. എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരണം. അങ്ങനെ വാടി വരുമ്പോൾ നമ്മളത് മിക്സിൻ്റെ ജാറിലോട്ടിട്ടിട്ട് ആ എണ്ണ എടുക്കണ്ട കേട്ടോ, ഇത് മാത്രം കോരി എടുക്കുക. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇന്നും കറിവേപ്പില ഇല്ല. കറിവേപ്പില ഉള്ളൂല്ലോ, അത് ഇട്ടണം കേട്ടോ. അങ്ങോട്ട് അരച്ചെടുക്കണം. ഇതേപോലെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീണ്ടും ആ എണ്ണയിലോട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായി വാടിയതാണ്. ഇനി കൂടുതൽ വേവിച്ചൊന്നും വേണ്ട. ഇനി അതിലോട്ട് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഉലുവ, കടുകൊക്കെ വറുത്ത് പൊടിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കാശ്മീരി മുളക് പൊടി കൂടുതൽ ഉപയോഗിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഫുള്ള് സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. ഒരു കളർ ഉണ്ടാവാൻ കാശ്മീരിയും കൂടി ഇടുന്നത് നല്ലതാണ്. അച്ചാറാവുമ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഒരു ഭംഗി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം തീ, അല്ലെങ്കിൽ കരിഞ്ഞ് ആകെ കൊളാവും കേട്ടോ. പിന്നെ ഫിഷ് പൊരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, ഓവറായിട്ട് ഫിഷ് ഭയങ്കരമായിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിക്കിളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ കറക്റ്റ് പരുവാവും വേണം, അല്ലാഞ്ഞാൽ പിക്കിൾ വേഗം കേടന്ന് പോവും. അപ്പോൾ ഓവറാക്കാതെ കറക്റ്റായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ. അത് പൊടി കഴിഞ്ഞ് അത് ഇങ്ങനെ ആയി. അപ്പോൾ നോക്കിയപ്പോൾ വേറെ കായൊന്നും കാണാനില്ല. അപ്പോൾ ആ പൊടി തന്നെ വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചൊക്കെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് വരണം. ആ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ, ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. എല്ലാം കറക്റ്റായിരിക്കണം. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിനെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ അയില പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു പിക്കിളാണ് കേട്ടോ. ഇത് വേറെയുള്ള ഫിഷും വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മത്തിയൊക്കെ വെച്ച് ചെയ്ത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.